ഇന്നത്തെ നമ്മുടെ യാത്ര മറയൂരിലൂടെയാണ്. മറയൂരിലെ മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെയും ചന്ദനക്കാടുകളുടെയും എല്ലാം ഇടയിലൂടെ യാത്ര ചെയ്ത് അവിടുത്തെ കാഴ്ചകളും കണ്ട് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ബേസ് ക്യാമ്പ് എന്ന ക്യാമ്പിംഗ് സൈറ്റിൽ ഒരു രാത്രി തങ്ങി പിറ്റേ ദിവസം രാവിലെ അതിന് തൊട്ടടുത്തുള്ള ഒരു മനോഹരമായ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വിഷ്വൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മൂന്നാർ ഗ്യാപ്പ് റോഡ് പോലെ തന്നെ വളരെ മനോഹരമായ ഒരു സ്ട്രെച്ചാണ് മൂന്നാറിൽ നിന്നും മറയൂരിലേക്കുള്ള ഈ ഒരു റോഡ്. തലനാർ ടീ പ്ലാന്റേഷന്റെയും കണ്ണൻദേവൻ ടീ പ്ലാന്റേഷന്റെയും ഇടയിലൂടെ പോകുന്ന ഈ റോഡ് നിങ്ങളിലെ യാത്രാപ്രേമിക്ക് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവങ്ങൾ പകർന്നു തരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഈ റോഡിന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ മിക്കവാറും സമയങ്ങളിൽ നിങ്ങൾക്കിതുപോലെ കോടമഞ്ഞ് കാണാൻ സാധിക്കും. നിൽക്കുന്ന നിൽപ്പിലാണ് കോടമഞ്ഞ് വന്ന് ഇവിടെ മൊത്തം മൂടി മറിക്കുന്നത്. ഈ വിഷ്വൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇവിടുത്തെ ക്ലൈമറ്റ് എത്രമാത്രം മനോഹരമായിരിക്കുമെന്ന്. ഈ തേയിലത്തോട്ടവും കണ്ട് കോടമഞ്ഞിനിടയിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്യുന്നതിനിടയ്ക്ക് വണ്ടി എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി നിർത്തി ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കാഴ്ചകളും ഇവിടെ കാണാൻ സാധിക്കും. മറയൂർ സാൻഡൽവുഡ് പ്ലാന്റേഷന്റെ നടുവിലൂടെ പോകുന്ന ഈ വഴിയെ വരികയാണെങ്കിൽ ഒരു കമ്പിവേലിയുടെ മറയില്ലാതെ തന്നെ ഇഷ്ടം പോലെ പുള്ളിമാനുകളും കേഴമാനുകളും ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടിയുമെല്ലാം ഈ ചന്ദനക്കാടുകൾക്ക് നടുവിലൂടെ മേഞ്ഞു നടക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ നേരെ പോയത് പാമ്പാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റായ അഡ്വഞ്ചർ ബേസ് ക്യാമ്പിലേക്കാണ്. കൊക്കോ പ്ലാന്റേഷന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ക്യാമ്പിംഗ് സൈറ്റ്. ഇവിടെ ഇപ്പോൾ 2 ഫ്രെയിമുകളും ബാക്കി ടെൻഡിങ്ങിനുള്ള സെറ്റപ്പുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വൈകാതെ തന്നെ ഇവർ ഇവിടേക്ക് ട്രീ ഹൗസും മഡ് ഹൗസും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. അതിൽ 2 മഡ് ഹൗസുകളുടെ പണി ഇപ്പോൾ ഏകദേശം പൂർത്തിയായ അവസ്ഥയിലാണ് ഉള്ളത്. ഇതാണ് ഈ പ്രോപ്പർട്ടിയിലെ മെയിനായിട്ടും ടെൻറ്റുകൾ അടിക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് 8ഓളം ടെൻറ്റുകൾ അടിക്കാൻ സാധിക്കും. എല്ലാ ടെൻറ്റിലും 3 പേർക്ക് വീതം താമസിക്കാൻ പറ്റുന്ന വലിയ ടെൻറ്റുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ കൊക്കോ പ്ലാന്റേഷൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലായിട്ട് ടെൻറ്റ് അടിക്കാനുള്ള ഏരിയകൾ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ക്യാമ്പ് ഫയർ ഏരിയയാണ്. ഇതുപോലത്തെ ഒരെണ്ണം ഫ്രെയിം കോട്ടേജുകളുടെ ഫ്രണ്ടിലുമുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഈ പ്രോപ്പർട്ടിയുടെ മറ്റൊരു പ്രത്യേകത, ഒരു സൈഡിൽ പാമ്പാർ നദിയും മറ്റേ സൈഡിൽ കാടുമാണ്. ഇതാണ് ഫ്രെയിം കോട്ടേജുകൾ. ഫ്രെയിം കോട്ടേജിനകത്ത് നിന്നുമുള്ള വ്യൂ വളരെ മനോഹരമാണ്. തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയതും കാണുന്നത് പാമ്പാർ നദിയാണ്. ഈ കാണുന്ന പാമ്പാർ നദിയിൽ നിന്നുമുള്ള വെള്ളമാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട തൂവാനം വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആ വീഡിയോ കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഇപ്പം മേളിൽ ഐ ബട്ടണായിട്ട് വരുന്നുണ്ട്. അതിലൊന്ന് കയറി കണ്ടു നോക്കുക. ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും 300 മീറ്റർ അകലെയാണ് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതിനോടൊപ്പം തന്നെ ബേസ് ക്യാമ്പിന്റെ ആംബിയൻസും മാറുകയാണ്. കാടിനോട് വളരെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ക്യാമ്പിംഗ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ കാട്ടിൽ നിന്നുമുള്ള പല ഒച്ചകളും നമുക്ക് ഇവിടെ ഇരുന്നാൽ വളരെ വ്യക്തമായി കേൾക്കാൻ സാധിക്കും. ബേസ് ക്യാമ്പിന്റെ ഓണറായ കരീമിക്കയുമായി കുറച്ച് സമയം ചെലവഴിച്ച ശേഷമാണ് ഞാനന്ന് ഉറങ്ങാൻ കിടന്നത്. രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടനും അടിച്ചു നിൽക്കുമ്പോഴാണ് ചെന്നൈയിൽ നിന്നും വന്ന 3 സുഹൃത്തുക്കളെ പരിചയപ്പെട്ടത്. രാവിലെ ട്രെക്കിങ്ങിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവരും കൂടെ വരാമെന്ന് പറഞ്ഞു. ആന ഇറങ്ങുന്ന സ്ഥലമായതിനാൽ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈകിട്ട് 6 മുതൽ രാവിലെ 6 മണി വരെ ഇതിലൂടെ വൈദ്യുതി കടത്തിവിടും. ഈ കാണുന്ന വഴിയെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. 20 മിനിറ്റോളം നടന്നാണ് ഇപ്പോൾ കാണുന്ന ഈ വ്യൂ പോയിന്റിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. രാത്രികാലങ്ങളിൽ ഇവിടെ ആന ഇറങ്ങാറുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഒരു വിദൂര ദൃശ്യവും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നിന്നുമുള്ള ഈ വാലിയുടെ വ്യൂ ഒന്നും പറയാനില്ല, അപാര വിഷ്വൽ തന്നെയാണ്. വ്യൂ പോയിന്റിൽ നിന്നും താഴേക്കിറങ്ങി പാമ്പാർ നദിയുടെ തീരത്തൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. കുറച്ചു നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തോട് അടുക്കുകയായി. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നന്നായി കേൾക്കുന്നുണ്ട്.
ഈ ഇടുങ്ങിയ കല്ലുകൾക്കിടയിലൂടെയുള്ള വഴിയിലൂടെ കയറി ഇറങ്ങുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നത്. പുറത്തു നിന്നുമുള്ള വിനോദസഞ്ചാരികൾ ആരും എത്തിച്ചേരാത്ത ആ മനോഹരമായ വെള്ളച്ചാട്ടത്തിനടുത്ത് കുറെ അധിക നേരം ചിലവഴിച്ച ശേഷമാണ് ബേസ് ക്യാമ്പിലേക്കുള്ള തിരിച്ചുള്ള നടത്തം ഞങ്ങൾ തുടങ്ങിയത്. തിരിച്ചുള്ള നടത്തവും വളരെ രസകരമായിരുന്നു. പലതരത്തിലുള്ള പാറയിടുക്കുകൾക്കിടയിലൂടെയും പാറകൾക്ക് മുകളിലൂടെയും കയറി ഇറങ്ങി 20 മിനിറ്റോളം നടക്കേണ്ടി വന്നു. തിരിച്ച് ക്യാമ്പ് സൈറ്റിലെത്തിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ക്യാമ്പ് സൈറ്റിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോഴേക്കും ഇവിടുത്തെ ഷെഫായ മിനി ചേച്ചി നല്ല ചൂട് പൂരിയും കറിയും എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇവിടെ നിന്നും ചെക്കൗട്ട് ചെയ്ത് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരുമായി തീർച്ചയായും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.